വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ പിതാവ് ലോകത്തിനും റോമാ നഗരത്തിനുമായി നൽകിയ വളരെ പ്രസിദ്ധമായ ഉർബി എത്ത് ഓർബി എന്ന് പറയുന്ന ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ആമുഖമായി പറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കർത്താവിൻ്റെ ജനനം ഏറ്റവും എളിയ രീതിയിലായിരുന്നു. ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയത് ഒരു പുൽത്തൊട്ടിയിലാണ്. എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന അല്ലെ മൃഗങ്ങൾ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുന്ന ആ തൊട്ടി, അതിലാണ് കിടത്തിയത്. വളരെ ദയനീയമായൊരവസ്ഥയിൽ. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. അത് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എളിയ സാഹചര്യത്തിൽ ജീവിക്കാൻ നാം പഠിക്കണം. ദാരിദ്ര്യ അരൂപി നമുക്കുണ്ടാകണം. തിരസ്കരിക്കപ്പെടുന്നവരോട് നമുക്ക് വലിയ കടപ്പാടുണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സഹിക്കുന്ന മനുഷ്യരുടെ സഹനത്തിൽ പങ്കുചേരാൻ കഴിയണം. അതൊക്കെയുള്ള പാഠമാണ് ഈശോ നൽകുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം. ദൈവം വന്നത് നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസമാധാനത്തിൽ നിന്നുമൊക്കെ വിമോചിപ്പിക്കാനാണ്. അതാണ് കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അങ്ങനെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ ഒരു വലിയ ചൈതന്യം, സ്നേഹം എന്ന വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരാത്മദാനമാണ്. ആ ഒരു ഉത്തരവാദിത്വം പുലർത്താനാണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അത് ഉൾക്കൊള്ളാൻ അത്രമാത്രം അധികം സ്വാധീനമുള്ള പ്രാഭവമുള്ള വചനം ഈ ലോകത്ത് വന്നപ്പോൾ സ്വീകരിച്ച എളിയ നിലപാടാണത്. മനുഷ്യനായി തീർന്നത് വഴി എടുത്ത മറ്റൊരു വലിയ പാഠം എല്ലാ മനുഷ്യരുടെയും മഹത്വം, അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും, പ്രത്യേകിച്ച് ബലഹീനരോടും രോഗികളോടും ദരിദ്രരോടും പ്രത്യേക പരിഗണന നാം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ആശീർവാദം എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവരെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത്. രാജ്യങ്ങളെ എടുത്തു പറഞ്ഞു, വ്യക്തികളെ, പല സമൂഹങ്ങളെയും അവിടുന്ന് എടുത്തു പറഞ്ഞു. അത് നമുക്ക് കേൾക്കാം. നമ്മുടെയും പ്രാർത്ഥനയിലും നമ്മുടെയും ചിന്തയിലും എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചൈതന്യം തന്നെയാണത്. മാർപ്പാപ്പ പറയുകയാണ്, അവിടുത്തെ കൃപയാൽ നാം ഓരോരുത്തർക്കും വിരോധം, അക്രമം, എതിർപ്പ് എന്നിവ തള്ളിക്കളയാൻ പറ്റും. അതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ, അതിനെ എതിർക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിൽ ഉണ്ടാകേണ്ടത് സംഭാഷണം, സമാധാനം, അനുരഞ്ജനം എന്നിവയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. അത് വ്യക്തിപരമായിട്ടാണെങ്കിലും സമൂഹപരമായിട്ടാണെങ്കിലും ദേശീയമായിട്ടാണെങ്കിലും നമ്മളിൽ ഉണ്ടാകേണ്ടത് ലോകത്ത് സമാധാനമുണ്ടാകുവാൻ. അതുകൊണ്ട് മാർപ്പാപ്പ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞത് നമുക്ക് ഓർക്കാം. മാർപ്പാപ്പ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ വലിയ ആഘോഷ ദിവസം ക്രിസ്മസ് നാളിൽ എല്ലാ ക്രൈസ്തവർക്കും മാർപ്പാപ്പ ഊഷ്മളവും പിതൃസഹജവുമായ ആശംസകൾ നൽകുകയാണ്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളോടാണ്. നമുക്കറിയാം, മധ്യപൂർവ്വദേശത്ത് സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ മാർപ്പാപ്പ അടുത്ത കാലത്ത് പോവുകയുണ്ട്. തൻ്റെ ആദ്യത്തെ യാത്ര, വിദേശ യാത്ര നടത്തിയത് അങ്ങോട്ടാണല്ലോ. നമ്മുടെ നിക്കിയ സുനോദോസിൻ്റെ 1700 വാർഷികത്തോടനുബന്ധിച്ചാണ് മാർപ്പാപ്പ അവിടെ പോയത്.
ആ പ്രദേശത്തുള്ള ആളുകളുമായി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ പറയുന്നത്. അവരവരുടെ ഭയങ്ങൾ പറഞ്ഞു, ഞാനത് കേട്ടു. അവരുടെ ശക്തിഹീനത എന്ന് പറഞ്ഞാൽ ആ ബലഹീനത ഞാൻ അറിയുന്നു. ചുറ്റുമുള്ള അധികാര ശക്തികളുടെ ഭീകരത കാരണം അവരെ അടിച്ചമർത്തുന്നു ഇവരെ. ആ ചുറ്റുമുള്ള പവർ ഡൈനമിക്സ് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ബെത്ലഹേമിൽ ജനിച്ച ഈശോ ഇന്നും പറയുന്നു എന്നാണ് മാർപ്പാപ്പ പറയുന്നത്, എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തും. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33 നാം അത് വായിക്കുന്നത്. എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഇതും കർത്താവ് നമ്മോട് പറയുന്ന കാര്യമാണ്. ഇതില്ലാതാക്കാനാണ് നാം എല്ലാം പരിശ്രമിക്കേണ്ടത്. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ പറഞ്ഞ വചനമാണ്. ഇതിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ക്രിസ്ത്യാനികളോട് പറഞ്ഞ വാക്കാണത്. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. നമുക്കും ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഭയങ്ങളിലും ഉത്കണ്ഠകളിലുമൊക്കെ കർത്താവിൻ്റെ വാക്കിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നിലാണ് നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വലിയ പ്രത്യാശയുടെ വാക്കുകളാണ് മാർപ്പാപ്പ പറയുന്നത്. പിന്നീട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവിടുന്ന് എടുത്തു പറഞ്ഞ രാജ്യങ്ങൾ ലെബനോൻ, പാലസ്തീൻ, സിറിയ എന്നിവയാണ്. അവിടെ സമാധാനമുണ്ടാകണം, നീതി ഉണ്ടാകണം, അവരുടെ സ്ഥിരത, ഭരണസ്ഥിരതയും കാര്യങ്ങളും ഉണ്ടാകണം. അതാണ് മാർപ്പാപ്പ പറയുന്നത്. അവിടെയും മാർപ്പാപ്പ ഒരു ദൈവവചനം എടുത്തു പറഞ്ഞു നമ്മൾ ധ്യാന വിഷയമാക്കാൻ. യെശയ്യാ പ്രവാചകൻ്റെ 32-ാം അധ്യായം 17-ാം തിരുവചനമാണ് മാർപ്പാപ്പ അവിടെ ഉദ്ധരിക്കുന്നത്. പ്രത്യേകിച്ച് ലെബനോൻ, പാലസ്തീൻ, സിറിയ എല്ലാം നമുക്കറിയാം പണ്ട് ക്രൈസ്തവരുണ്ടായിരുന്ന ഒരു ലോകമാണ്. ഇപ്പോൾ അതെല്ലാം പീഡിപ്പിക്കപ്പെടുകയും അകറ്റപ്പെടുകയും പലായനം ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. യുദ്ധങ്ങളും ഭീകരവാദങ്ങളുമൊക്കെ നടക്കുന്നു. അവിടെ മാർപ്പാപ്പ പറഞ്ഞ വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. സമാധാനമുണ്ടാകണമെങ്കിൽ നീതി നടപ്പാക്കണം എല്ലാ ഭാഗത്തു നിന്നും. അതാണ് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത്. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. അപ്പോൾ അതും വലിയ ഒരാശ്വാസ വാക്കുകളാണ്. നീതി നടപ്പാക്കാനാണ് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നീട് മാർപ്പാപ്പ യൂറോപ്പിൻ്റെ ഉള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പ് ഭൂഖണ്ഡത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്. അവയെ മുഴുവനും ക്രിസ്ത്യൻ കൺട്രീസാണ്, അല്ലെ കൂടുതൽ ക്രിസ്ത്യാനികളുള്ള രാജ്യങ്ങളാണ് യൂറോപ്പ് എന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാം ഭൗതികതയിലേക്ക് ആണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മാർപ്പാപ്പ പറയുന്നത്, സമാധാന രാജകുമാരന് ഞാൻ നിങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈശോയ്ക്കാണ്, കർത്താവിനാണ്. എന്തു ചെയ്യണം? നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് പ്രചോദിപ്പിക്കട്ടെ. എന്തിനു വേണ്ടിയാണ്? ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ്, സമൂഹ ചൈതന്യം ഉണ്ടാകുന്നതിനും സഹകരിച്ച ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനും. യൂറോപ്യൻ കമ്മ്യൂണിറ്റീസ്, നിങ്ങൾക്കറിയാം, രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് നിന്നാൽ മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ. അവർക്ക് പ്രത്യേകമായ ഒരു വിശ്വസ്തതയുണ്ടാകണമെന്ന് മാർപ്പാപ്പ പറയുന്നത്. ക്രൈസ്തവ വേരുകൾ, ഒരു പഴയ കാലം മുതൽ ക്രൈസ്തവ രാജ്യങ്ങളാണ്. ആ വേരുകൾ മറക്കരുത്, ചരിത്രവും മറക്കരുത്. അതിനോട് വിശ്വസ്തത പുലർത്തി വേണം ഇന്ന് ജീവിക്കാനെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
ആവശ്യത്തിലിരിക്കുന്നവരോട് ഐക്യദാർഢ്യം ഉണ്ടാകണം. യൂറോപ്പ് ഒത്തിരി ആളുകളെ സഹായിക്കുന്ന ഭൂഖണ്ഡമാണ്. ക്രിസ്തീയ ചൈതന്യം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമാണ്. അപകടങ്ങൾ നടക്കുന്നിടത്ത് സഹായം എത്തിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ആവശ്യത്തിൽ ദോസ് ഹു ആർ ഇൻ നീഡ് എന്താ പറയേണ്ടത്? ഒരു ഐക്യദാർഢ്യം നിങ്ങൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് തകർക്കപ്പെട്ട ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഉക്രൈൻ യൂറോപ്പിലാണല്ലോ, നമുക്കറിയാം. പ്രാർത്ഥിക്കാം. അവിടുന്ന് വളരെ ശക്തമായി പറഞ്ഞു, ആയുധങ്ങളുടെ സ്വരം നിലയ്ക്കട്ടെ. യുദ്ധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വിമാനത്തിൻ്റെയും എല്ലാം, ബോംബിൻ്റെയും എല്ലാം സ്വരം നിലയ്ക്കട്ടെ. അപ്പോൾ ഇതിനെ നമുക്കറിയാം, ഉക്രൈൻ രാജ്യവും റഷ്യയും തമ്മിലാണ് ഈ പോര് നടക്കുന്നത്. ഇരു പാർട്ടികളും അന്തർദേശീയ സമൂഹത്തിൻ്റെ സമർപ്പണത്താൽ, കാരണം ലോക രാജ്യങ്ങളുടെ എല്ലാം UNO, നമുക്കറിയാം UNO ആണല്ലോ ഒന്നിപ്പിക്കുന്നത്, അവരുടെയൊക്കെ സഹായത്താൽ എന്ത് സംഭവിക്കണം? ആദരപൂർവമായ സംഭാഷണത്തിനുള്ള ധൈര്യം, ധീരത ഇരു കൂട്ടരും വീണ്ടെടുക്കാനാണ് മാർപ്പാപ്പ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും മാർപ്പാപ്പ പറഞ്ഞത് മറ്റൊരു കൂട്ടർ, ലോകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധങ്ങളുടെ ഫലമായി ബലിയാടുകളാകപ്പെട്ട ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും സമാധാനവും ആശ്വാസവും ബെത്ലഹേമിൽ പിറന്ന ഉണ്ണീശോ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. അപ്പോൾ അത് പൊതുവിലുള്ള ഒരു പ്രാർത്ഥനയും ആശംസയുമാണ്. പിന്നീട് മാർപ്പാപ്പ സംസാരിച്ചത് അനീതി, രാഷ്ട്രീയ അസ്ഥിരത, മതപീഡനം, ഭീകരതാവാദം എന്നിവയാൽ സഹിക്കുന്ന ആളുകളുണ്ട് ഇന്ന് ലോകത്ത്. അത് അനുഭവിക്കുന്നവരുണ്ട്, ഇപ്പോഴും അതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ചില രാജ്യങ്ങളിലൊക്കെ അത് അനുഭവിക്കുന്നവരുണ്ട്. അവിടെ പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്തു പറഞ്ഞ 2 രാജ്യങ്ങളുണ്ട്. സുഡാൻ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ തെക്കേ സുഡാൻ, അവിടെയും മാലി ദ്വീപ് നമുക്കറിയാമല്ലോ. പിന്നെ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ, ഇവിടെയെല്ലാം നടക്കുന്നത് ഭീകരവാദങ്ങളുണ്ട്, മതപീഡനങ്ങളുണ്ട്, അസ്ഥിരതയുണ്ട്, അനീതിയുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് പല രാജ്യങ്ങളിലും അനീതി, രാഷ്ട്രീയ അസ്ഥിരത, മതപീഡനം, ഭീകരതാവാദം എന്നിവയാൽ സഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവിടെയെല്ലാം നമുക്ക് കർത്താവിൻ്റെ ഉണ്ണീശോ കൊണ്ടുവന്ന സമാധാനമുണ്ടാകണം. അതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ബുർക്കിനോ ഫാസോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞത്. തുടർന്ന് മാർപ്പാപ്പ ഹൈത്തിയിലെ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ അവസാനിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. കാരണം ആളുകൾ തമ്മിലുള്ള ആക്രമണങ്ങൾ ധാരാളമുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിലൊക്കെയുള്ള ആക്രമണങ്ങളും അരാജകത്വവും അതുണ്ടാകണം. സമാധാനം, അനുരഞ്ജനത്തിനുള്ള പാതയിൽ അവർ മുന്നേറാൻ വേണ്ടുന്നതെല്ലാം ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. തുടർന്ന് ലാറ്റിൻ അമേരിക്കയെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത്. ലാറ്റിൻ അമേരിക്ക രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി ആണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ആ രാജ്യങ്ങളിൽ അനേകം വെല്ലുവിളികൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. പൊതു നന്മയ്ക്കായുള്ള സംഭാഷണമാണ് ഏറ്റവും ആവശ്യമായി ഉണ്ടാകേണ്ടത് എന്ന് മാർപ്പാപ്പ വിശ്വസിക്കുന്നു. അത് ഏറ്റുപറയുന്നു. നമുക്കറിയാം, ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള മുൻവിധികളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, ഐഡിയോളജി, സിദ്ധാന്തപരമായ കാര്യങ്ങളുടെ മുൻവിധികളോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾ, ആക്രമണങ്ങൾ എല്ലാം നടക്കുന്നിടത്ത് രാഷ്ട്രീയ അധികാരികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു.
മ്യാൻമാറിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അടുത്തതായി മാർപ്പാപ്പ നടത്തിയത്. ഈശോയോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെയും ഉണ്ടാകേണ്ട അനുരഞ്ജനമാണ് ആളുകൾ തമ്മിൽ. യുവജനങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണത്. വീടുകൾ തകർന്നിരിക്കുന്നു, തകർക്കപ്പെട്ടതാണ്, സുരക്ഷിതത്വമില്ല, പലർക്കും ഒരു ഭാവി ഇല്ലാതായി, ഫ്യൂച്ചർ എന്താണ് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം അനുഗമിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് ഇവിടെ നടത്തിയിരിക്കുന്നത്. തുടർന്ന് വരുന്ന ഒരു രാജ്യം തായ്ലാൻഡും കംബോഡിയയുമാണ്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ. പഴയ ബന്ധങ്ങൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട സഹായമാണ് അവർക്ക് ലഭിക്കേണ്ടത്. അനുരഞ്ജനവും സമാധാനവും എന്നിവയാണ് അവിടെ കരുപ്പിടിപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. എല്ലായിടത്തും ഇതാ വേണ്ടത്. അനുരഞ്ജനം വേണം, സമാധാനം. ഇതൊക്കെ സംഭാഷണത്തിലൂടെയും മറ്റുള്ളവരുടെ സഹകരണത്തിലൂടെയും സഹായത്തിലൂടെയും ഒക്കെയാണ് നടക്കുന്നത്. പിന്നീട് മാർപ്പാപ്പ പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങളാൽ വലയുന്നവരെ കുറിച്ചാണ്. അവരെയും മാർപ്പാപ്പ ഓർത്തു. സൗത്ത് ഏഷ്യയിലും ഓഷ്യാനയിലും നമുക്കറിയാം അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ക്ഷോഭങ്ങൾ വല്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തി എന്നത് ഒരു പ്രത്യേകതയാണ്. അവിടെ സഹിക്കുന്നവർക്ക്, വിഷമിക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു പങ്കുചേർന്ന ഉത്തരവാദിത്തത്തിലൂടെയാണ് അതെല്ലാം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് മാർപ്പാപ്പയെ ഇന്നലെ ആവശ്യമുണ്ട് എല്ലാ പ്രശ്നങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ച് അവിടെയെല്ലാം അടിയന്തരമായ ഇടപെടലുകൾ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായാലേ ലോകത്ത് സമാധാനം, ഐശ്വര്യം, സന്തുഷ്ടി ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യത്തിലാണ് മാർപ്പാപ്പ പറയുന്നത്. മനുഷ്യ വ്യക്തികൾ സഹിക്കുന്നിടത്താണ് അതില്ലായ്മ ചെയ്യാനാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. ആദർശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവന് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണല്ലോ കരണീയമായ കാര്യം. മാർപ്പാപ്പ അഭിസംബോധന, സഹോദരീ സഹോദരന്മാരെ, രാത്രിയുടെ അന്ധകാരത്തിൽ യഥാർത്ഥ പ്രകാശം, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം ലോകത്തിലേക്ക് വന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9. അന്ധകാരത്തിലാണ്, അന്ധകാരത്തിലാണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്കാണ് പ്രകാശം വരുന്നത്. എന്നാൽ സ്വന്തം ജനം അത് സ്വീകരിച്ചില്ല എന്നും ബൈബിൾ എടുത്തു പറയുന്നുണ്ട്. ഒരു വിലാപമായി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിലാണത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സഹിക്കുന്ന ആളുകളോട് നിസ്സംഗരായിരിക്കാൻ നാം നമ്മെ തന്നെ അനുവദിക്കരുത്. നിസ്സംഗത ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്. നമുക്കറിയാം, ഇൻഡിഫറൻസ്, ഇതൊന്നും ഒരു പ്രശ്നമായി കണ്ടില്ല എന്ന് നടിച്ച് നാം നടക്കരുത്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ആവശ്യം. എന്നാൽ നിസ്സംഗത നമ്മെ കീഴടക്കരുത്. എന്നാൽ നമ്മുടെ പ്രയാസങ്ങളോട് ദൈവം നിസ്സംഗനല്ല എന്ന് നാം അറിയണം. നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടേതായ പാപത്തിലും നമ്മുടേതായ ക്ലേശങ്ങളിലും നമ്മളിൽ താല്പര്യമുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടേത്. ആ ദൈവത്തിൻ്റെ ചെയ്തികളാണ് നമ്മളിലൂടെയും പ്രകടമാകേണ്ടത്. ദൈവം മനുഷ്യനായതുവഴി എന്താണ് ചെയ്തത്? ഈശോ തന്നിൽ തന്നെ നമ്മുടെ ഫ്രജിലിറ്റി, ഭങ്കുരത, ആ ബലഹീനത, നമ്മുടെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത, ക്ഷണികത ഏറ്റെടുത്തു എന്നതാണ്. ഇതാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ. അതെല്ലാം ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവ്. നാം ഓരോരുത്തരുമായി അവിടുന്ന്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായി അവിടുന്ന് താതാത്മ്യപ്പെട്ടു, ഐഡൻറ്റിഫൈ ചെയ്തു എന്നത് നമ്മൾ മറക്കരുത്. ഒന്നുമില്ലാത്തവരുമായി അവിടുന്ന് പങ്കുചേർന്നു. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്. ഒന്നുമില്ലാത്തവർ, നിസ്സഹായർ,
ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് കഴിയുന്ന ആളുകൾ, അവരോടെല്ലാം താതാത്മ്യപ്പെടാനാണ് ദൈവം ഈ ഒരു രീതിയിൽ ലോകത്തിലേക്ക് വന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരുമായി അവിടുന്ന് ഐക്യത്തിലാകുന്നു, സഹായത്തിനെത്തുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ പറയും, ഇന്നത്തെ ലോകത്തെ ഗാസയിലെ നിവാസികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വിശപ്പിന് ഇരയായിരിക്കുന്ന, അത് ഭയങ്കരമായൊരവസ്ഥയാണ്, ദാരിദ്ര്യത്തിന് ഇരയായിരിക്കുന്ന യമനിലെ ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവരെല്ലാം സഹായം ആവശ്യമുള്ളവരാണ് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന്. അതുപോലെ തന്നെ നല്ല ഒരു നാളെ എന്ന് തേടി സ്വന്തം നാടുപേക്ഷിച്ച് ഓടിപ്പോകുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ഓർക്കണം, സഹായിക്കണം. എല്ലാ പ്രവാസികളെയും കുടിയേറ്റക്കാരെയും നമ്മൾ ശ്രദ്ധിക്കണം, സഹായിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. പിന്നെ പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്ത് മെഡിറ്ററേനിയൻ കടൽ കടന്ന് വരുന്ന ആളുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്നവരാണ്. ധാരാളം ആളുകൾ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി ചാകുന്നുണ്ട്. കപ്പൽ മറിച്ചിട്ടും മറിഞ്ഞും ചാകുന്നുണ്ട്. അവരെ മാർപ്പാപ്പ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മാർപ്പാപ്പ പറയുന്നു, അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഓടി വരുന്നവർ, അവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാകണമെന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ജോലിയില്ലാതെ ഒരു മനുഷ്യന് ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ജോലി അന്വേഷിക്കുന്നവരുണ്ട്, അവർക്ക് ജോലി കിട്ടണം. ഒരു ജോലി കിട്ടാൻ വിഷമിക്കുന്ന ചെറുപ്പക്കാരെക്കുറിച്ച് മാർപ്പാപ്പ വളരെ ഉത്കണ്ഠയോടെ സംസാരിക്കുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെട്ട ആളുകളുണ്ട്, വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന ബലഹീനരായ ആളുകൾ. ഇവരോടെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈശോയുടെ ജനനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഓർക്കണം, വേണ്ടത്ര കൂലി, വളരെ കുറച്ച് കൂലി കൊടുത്ത് ജോലി കൂടുതൽ ചെയ്യിക്കുന്ന അവസ്ഥയുണ്ട്. തടവറയിൽ കഴിയുന്നവരുണ്ട്, അന്യായമായി കഴിയുന്നവരാണ് ഒത്തിരി തടവുകാർ എന്നാണ് അവയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യോചിതമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് മൃഗസമാനമായൊരു സാഹചര്യത്തിൽ വന്ന് ജനിച്ചത്. എല്ലാവരോടും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, എല്ലാവരെയും. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ ഈ പ്രസംഗത്തിൽ എല്ലാ വിഭാഗത്തിലും വിഷമിക്കുന്ന ആളുകളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് നടത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മതമോ, അവിടെ ജാതിയോ, അവിടെ വർഗമോ ലിംഗമോ ഒന്നും നോക്കിയല്ല. എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ ഛായ ഉൾക്കൊള്ളുന്നവരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അവിടുന്ന് ദൈവം തന്നെ മനുഷ്യനായത് വഴി മനുഷ്യത്വത്തിൻ്റെ ഉണർവാണ് ഉദ്ഘോഷിക്കുന്നത് എന്ന സന്ദേശമാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലോകമെമ്പാടും അത് ഉയരുന്നു. ഓരോ രാജ്യത്തു നിന്നും ഉയരുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ദൈവം അതുകൊണ്ടാണ് മനുഷ്യനിലെ മനസാന്തരമുണ്ടാകുന്നതിനായി നാം മുട്ടിപ്പായി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. ഈ പരിശുദ്ധമായ ദിനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ആവശ്യത്തിലും വേദനയിലും ഇരിക്കുന്നവരിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ നാം തുറക്കണം. അങ്ങനെ ചെയ്യുന്നത് വഴി നാം നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ണീശോയിലേക്ക് തുറക്കുകയാണ്. അവിടത്തേക്കും നമ്മളിൽ കടന്നു വരാൻ നമ്മൾ അനുവദിക്കുകയാണ്. അവിടുന്ന് നമ്മെ തുറന്ന കരങ്ങളോടെ, പല ചിത്രീകരണങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, സ്വാഗതം ചെയ്യുന്നു. അതാണ് ഈശോ ചെയ്യുന്നത്. അവിടുത്തെ തൻ്റെ ദൈവികത്വം നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബലഹീനനായ ശിശുവിലാണ് ദൈവം സന്നിഹിതനായിരിക്കുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള ശക്തിയാണ് തമ്പുരാൻ നൽകുന്നത്, ഈശോ നമുക്ക് നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വചനമാണിത്. നമുക്കറിയാം, ആ അധ്യായത്തിൽ ഈശോയുടെ വരവിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ദൈവശാസ്ത്ര ചിന്തകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം പ്രത്യേകിച്ച് ഉർബിയത്ത് ഓർബി, ഉർബി പട്ടണത്തിനും ഓർബി ലോകത്തിനുമെന്നാണ് ഇതിൻ്റെ ലത്തീൻ വാക്കുകളുടെ അർത്ഥം നൽകുന്ന സന്ദേശമാണ്.
സാധാരണഗതിയിൽ ആണ്ടിൽ 2 പ്രാവശ്യമാണ് നമുക്ക് വേണ്ടി ഈ സന്ദേശങ്ങൾ നൽകപ്പെടുന്നത് ലോകത്തിന് വേണ്ടി. അത് ഒന്ന് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് നാളിൽ വളരെ വിശദമായി എല്ലാം സ്പർശിച്ചുകൊണ്ട് ലയോ മാർപ്പാപ്പ ഈ കൊല്ലം അത് നൽകി എന്നത് വളരെ സന്തോഷകരമായ, ആളുകളെ ആകർഷിച്ചൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലേക്കും തൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. സമാധാനമുണ്ടാകുന്നത് മനുഷ്യന് പുരോഗതിയും വികസനവും ഉണ്ടാകുമ്പോഴാണ്. സമാധാനമെന്ന് പറയുന്നത് ഒരു നിശ്ചലമായി നിൽക്കുന്നൊരു കാര്യമല്ല, എല്ലാ മനുഷ്യരിലും സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ്. ക്രിസ്മസ് നാളിൽ നമുക്കായി നൽകപ്പെട്ട സന്ദേശം അതല്ലേ, മാലാഖമാർ പാടിയത് അതല്ലേ, സന്മനസ്സുള്ള എല്ലാവർക്കും ഭൂമിയിൽ സമാധാനം. നമ്മൾ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കേണ്ടവരാണ്. ഈശോ തന്നെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് വലിയൊരു ഭാഗ്യം, അനുഗ്രഹീതരെന്ന് പറയുന്നത് ആരെയാണ്? സമാധാന പാലകർ ഭാഗ്യവാന്മാർ എന്നാണ് മലയിലെ പ്രസംഗത്തിൽ. അഷ്ടഭാഗ്യങ്ങളിൽ ഒന്നതാണ്. കാക്ഷിക്കുന്നവരല്ല, ലോകത്ത് ആഗ്രഹിച്ചവരല്ല, നിസ്സംഗരായിരിക്കുന്നവരല്ല, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അത് ദൈവമക്കളെന്ന് പറയും, ദൈവത്തിൻ്റെ പ്രവൃത്തി നടത്തുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ് എന്നോർക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് സമാധാനത്തിൻ്റെ വക്താക്കളായി ക്രിസ്ത്യാനികൾ തീരണം, സഭ തീരണം. സഭയുടെ ദൗത്യമാണ് മാർപ്പാപ്പ നടത്തുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവർ പോലും മാർപ്പാപ്പയെ നോക്കി പറഞ്ഞത്, ലയോ മാർപ്പാപ്പ വ്യത്യസ്തനായിരിക്കുന്നതിൻ്റെ കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. തീർച്ചയാണ് ഇതിന് മുമ്പ് കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും എല്ലാം മനുഷ്യ മഹത്വത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളവരാണ്. അത് കുറേ കൂടെ ശക്തമായി ദൈവവുമായി ബന്ധിപ്പിച്ച് പറയുകയാണ്. നമ്മൾ സഹോദരന്, വിഷമിക്കുന്ന സഹോദരന് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയും ഹൃദയം തുറക്കുന്നില്ല. ചെയ്യാതിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗമാണ് മാർപ്പാപ്പ ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. നമുക്ക് അത് ഗൗരവപൂർവ്വം കേൾക്കാനും കാണാനും സ്വീകരിക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.